തൃശൂർ മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് വൻ കവർച്ച. 45 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. ഒല്ലൂക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് നാടിനെ ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. മണ്ണുത്തി ഒല്ലൂക്കര സ്വദേശിയായ സോമശേഖരന്റെ വീടിന്റെ പുറകുവശത്തെ വീടിന്റെ ഗ്രിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ഉറക്കത്തിലായിരുന്ന 72 വയസ്സുകാരനായ സോമശേഖരനെ കിടപ്പുമുറിയിൽ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ച 43 പവനും സോമശേഖരന്റെ കഴുത്തിലെ 2 പവൻ മാലയുമടക്കം 45 പവൻ സ്വർണ്ണമാണ് മോഷ്ടിക്കപ്പെട്ടത്. കവർച്ചക്കാരായ 3 പേരും ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നു എന്നാണ് ഗൃഹനാഥൻ മൊഴി നൽകിയതായി പോലീസ് പറയുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് ഏകദേശം അതായത് സംഭവം നടന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് ഇനി മറ്റു CCTV മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പ്രതിയെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതോടെ കെട്ടഴിച്ച് പുറത്തേക്ക് ഓടിവന്ന സോമശേഖരൻ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക തെളിവെടുപ്പ് നടത്തി. ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ സമീപത്തെ മഠം വരെ മോഷ്ടാക്കൾ എത്തിയതായി പോലീസ് നായ കണ്ടെത്തി. ഫോറൻസിക് സംഘം വീടിനുള്ളിൽ നടത്തിയ തെളിവെടുപ്പിൽ ചില വിരലടയാളങ്ങൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഡോക്ടറുടെ ഹോമിയോ ഡോക്ടർ ഉണ്ടല്ലോ സർവീസ് റോഡിൽ, അവിടെയാണ് ഒരു 2-3 വർഷം മുമ്പ് സംഭവിച്ചത്. അതിനുശേഷം ഈ പരിസരത്തൊന്നും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അബദ്ധം പറ്റിയത് ആരും ഈ CCTV വെച്ചിട്ടില്ല. അപ്പൊ അതിന്റെ പ്രാധാന്യം ഇപ്പൊ മനസ്സിലാക്കി. കുടുംബസമേതമാണ് സോമശേഖരൻ ഒല്ലൂക്കരയിലെ വീട്ടിൽ താമസിക്കുന്നതെങ്കിലും ഭാര്യയും മരുമക്കളും ഇന്നലെ ചെമ്പൂത്രയിലെ ബന്ധുവീട്ടിൽ പോയിരുന്നു. സോമശേഖരന്റെ ഏകമകൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകളാണോ കവർച്ചയ്ക്ക് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നും വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും മണ്ണുത്തി പോലീസ് അറിയിച്ചു. ജനം, തൃശൂർ.